ഏട്ടാ ഒരു സംഭവം ഓർമ്മ നമ്മുടെ എലിമിനേഷൻ ഉണ്ട് അന്ന് നമ്മളിങ്ങനെ സ്കിറ്റ് ചെയ്തിട്ട് ടെൻഷനാണ് നമുക്ക്. അന്നൊരു ഭയങ്കര സംഭവം, ഈ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ എലിമിനേഷൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാര്യം പോവുമോ ഭയങ്കര ടെൻഷൻ. അപ്പം 2 ടീമിന്റെ എലിമിനേഷൻ, നമുക്കെന്താ എലിമിനേഷൻ ഞങ്ങളില്ല, വേറെ 2 ടീം 2 സ്കിറ്റും കളിച്ചിട്ട് ഇത് ജഡ്ജ്മെന്റ് പറയണം. അപ്പം ജഡ്ജ്മെന്റ് ഇങ്ങനെ ടെൻഷൻ ആക്കുമ്പോൾ ജയശേട്ടൻ പറഞ്ഞ് ഇതിന്റെ റിസൾട്ട് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ബ്രേക്കായി. അപ്പൊ 2 ടീമിനും ടെൻഷൻ. കാര്യം ഭയങ്കര ടൈറ്റ് മത്സരം. അപ്പൊ ഇവര് തമ്മിൽ പറയണം ഇവിടെ നമ്മൾ ഔട്ടാവും. അപ്പം നിങ്ങളല്ല ഞങ്ങളായിരിക്കും ഔട്ടാവണം. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡിന്റെ അപ്പം ജഗദീഷേട്ടൻ സസ്പെൻസ് വെച്ചൊക്കെയാണ് ആരൗട്ടാവെന്ന് പറയാൻ വേണ്ടി. പിന്നീട് ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഈ ടീമുകൾ തമ്മിൽ കുഴപ്പമില്ല, നമുക്ക് പോയാലും കുഴപ്പമില്ല, നമുക്ക് കുറേ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുഡ് വിളമ്പുന്ന ചേട്ടനാണ് എന്തായി കൊടുക്കുകയാണ്. ഇല്ലേട്ടാ ഞങ്ങൾ എലിമിനേഷനിലാണ്, ഞങ്ങൾ മിക്കാറും ഞങ്ങൾ ഔട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പുള്ളി വരുന്നു ആരും ഔട്ടാവില്ല. അപ്പോൾ അത് എല്ലാവർക്കും വൈകിട്ട് ഫുഡ് പറഞ്ഞിട്ടുണ്ടെന്ന് ചേട്ടൻ സസ്പെൻസ് വെച്ചിരുന്നാണ് ഈ സാധനം. എല്ലാവർക്കും പാഴത്തിന് കാര്യം, ഒരു ടീം ഔട്ടായി പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണ്ടല്ലോ, എല്ലാവർക്കും ഫുഡ്. അല്ല അവരപ്പം തന്നെ പോവുമല്ലോ, നൈറ്റിൽ ഡിന്നർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായി, കാരണം എലിമിനേഷനിൽ 2 പേരും ഔട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ഡിസിഷൻ ചില ആഴ്ചകളിൽ വരുമല്ലോ. 2 പേരും they are in. ശരിക്കും അടിത്തറയിൽ അത്രയും ഒരു ബേസ് നിങ്ങൾക്ക് തരാനായിട്ട് ജഗദീഷ് ചേട്ടൻ ഒരു പ്രസൻസ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജഗദീഷായിട്ട് വരാനും ദിലീപായിട്ട് വരാനും ദെൻ മീര ജാസ്മിനായിട്ട് വരാനും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ എടുത്തിട്ടുള്ളൂ തങ്കച്ചൻ. അത് വലിയ കയ്യടി കൊടുക്കേണ്ട കാര്യം. ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാണ്, ഇവിടെ ഈ ഫ്ലോറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതല്ല തങ്കച്ചന് വീണ്ടും ജഗദീഷാകാൻ ഒരു 10 മിനിറ്റ് കൊടുക്കുക, ആ സംഭവം ഇല്ല. പറഞ്ഞ ഉടൻ പെർഫോം ചെയ്യുകയാണ് തങ്കച്ചൻ. അതൊക്കെ വളരെ ഒരു വലിയ ടാലൻ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതിൽ നമ്മൾ രസിക്കുന്നു, ചിരിക്കുന്നു, തങ്കച്ചന് ഉമ്മ കിട്ടുന്നു. അല്ല ഞാനൊക്കെ ഇതേപോലെ സ്റ്റേജിൽ എത്ര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ചെറിയ വിഷമമുണ്ടോ? നമുക്ക് നോക്കാം ഇത് ആരൊക്കെയാന്ന് മനസ്സിലായോ? ഇവരോ? ഇപ്പൊ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും അത് വർക്കായിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയില്ല, അത് വർക്കായിട്ടുണ്ട്. നോട്ടത്തിൽ പിടിച്ച് ഞാനത് പറയില്ല, വർക്കായി. നോബി 100% വർക്കായി. നോബി ആരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ സ്റ്റേജിൽ വന്നിട്ടുള്ള, അത് വർക്കായി. ചേട്ടനെ പറ്റിയ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. അതെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും കൂടുതൽ. ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന പോലെ തോന്നി, എന്നോട് അവിടെ ചോദിച്ചു, ഒരു മിററിൽ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നല്ല ഉദ്ദേശിച്ചത്, അത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അതും വർക്കായി. അത് വർക്കായി. അത് ഹിറ്റ്ലറില്ല, ഹൃദയമാനല്ലേ? ഉമ്മയൊക്കെ തിരിച്ചു കൊടുക്കും. ഇത് ഞാൻ അല്ലേ ചേട്ടാ, അത് വർക്കായില്ല. അവൻ ആരും ആവാൻ പറ്റൂല. അവന് ഹിറ്റ്ലറില് ആ സൈക്കിളിൽ നിന്ന് ഒരു വീഴ്ച വീഴുന്നുണ്ട്. അത് ഒറിജിനൽ വീണയാണോ അതോ? അത് വളരെ നല്ല ചോദ്യമാണ്. ഒരുപാട് പേര് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന് മറുപടി ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വെച്ച് ഞാൻ പറയാം. അന്നത്തെ സൈക്കിളുകൾക്ക് ഒരു ഹാൻഡിൽ ലോക്ക് ഉണ്ട്, അന്നത്തെ സ്കൂട്ടറുകൾക്കും ഹാൻഡിൽ ലോക്ക് ഉണ്ട്. അതായത് ഒരു സൈഡിലേക്ക് കൂടുതൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ലോക്കാവും. അന്ന് ഞാൻ ധൃതിയിൽ അങ്ങനെ പോയപ്പോൾ തിരിച്ചപ്പോൾ ലോക്കായി. ഞാൻ യഥാർത്ഥത്തിൽ വീണതാണ് ഷോട്ട്, യഥാർത്ഥത്തിൽ വീണതാണ്. പക്ഷേ സിദ്ദിഖ് ലാലിന്റെ മിടുക്കെന്ന് പറയുന്നത് ഞാൻ വീഴുന്ന ആ പോയിന്റ് വരെ ഷോട്ട് വെച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. യഥാർത്ഥത്തിൽ ഞാൻ വീണതാണ്. സിനിമയിൽ നമുക്ക് കിട്ടുന്ന കയ്യടികളുടെ പിന്നിൽ ചെറിയ ചെറിയ എഫേർട്സ് അല്ലെങ്കിൽ നൊമ്പരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഗോഡ് ഫാദറിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വീണത് പകുതി കഴിഞ്ഞപ്പോൾ കമ്പി പൊട്ടി ഞാൻ റിയൽ ആയിട്ട് വീണതാണ്. വന്ദനം എന്ന ചിത്രത്തില് ഈ ചേസ്, മോഹൻലാലുമായിട്ടുള്ള ചേസ് എല്ലാവരും കൈയടിക്കുന്നു, ഇന്നും കുട്ടികൾ ചിരിക്കുന്നു. പക്ഷെ അതിലും ഇതേപോലെ കമ്പി പൊട്ടി പകുതിക്ക് ശേഷം പൊട്ടി താഴെ വീണിട്ടുണ്ട്. സീറ്റ് പോയ സീൻ കറക്റ്റ് ആയിരുന്നു. സീറ്റ് പോയത് യഥാർത്ഥത്തിൽ സീറ്റ് പോയതിന്റെ ഒരു 70% നമ്മൾ അഭിനയിക്കേണ്ടി വരും. 30% മാത്രമേ അതിനൊരു മാർജിൻ കിട്ടുള്ളൂ, എന്തെങ്കിലും സ്പീഡ് കൂട്ടുക കാര്യങ്ങളൊക്കെ ഉള്ള. ബാക്കിയെല്ലാം അനുഭവിച്ചു. അതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് സിനിമയില് ഹ്യൂമറൊക്കെ ആലോചിക്കുന്നത്. ആ വേദനയൊക്കെ മറക്കുന്നത് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന കയ്യടി കാണുമ്പോൾ.